ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തയാണ് ബ്ലൂ ഇക്കോണമിയും അതിൻ്റെ ചൂട് പിടിച്ച് കേരള തീരത്ത് നടക്കാൻ പോകുന്ന ആഴക്കടൽ ധാതു മണൽ ഖനനം. എന്താണ് ബ്ലൂ ഇക്കോണമി? അതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന മണൽ ഖനനത്തിലൂടെ കിട്ടുന്ന സാമ്പത്തിക മെച്ചം എന്താണ്? വാണിജ്യ നേട്ടം എന്താണ്? തന്നെയുമല്ല, ഇതുണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഈ മണൽ ഖനനം കൊണ്ടുണ്ടാകാൻ പോകുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം. നമസ്കാരം, ചെറുതല്ല കാര്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക വളർച്ച, മെച്ചപ്പെട്ട ഉപജീവന മാർഗം, പാരിസ്ഥിതിക ആരോഗ്യം എന്നിവയ്ക്കായി സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തെയാണ് നീല സമ്പദ് വ്യവസ്ഥ അഥവാ ബ്ലൂ എക്കോണമി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മത്സ്യബന്ധനം, അക്വാകൾച്ചർ, മറൈൻ ബയോടെക്നോളജി, പുനരുപയോഗിക്കാവുന്ന ഊർജം, സമുദ്ര ഊർജം, തീരദേശ ടൂറിസം, സമുദ്ര വ്യാപാരം തുടങ്ങി വിവിധ മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സംരംഭകനും സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായി അറിയപ്പെടുന്ന ഗുണ്ടർ പോളി 2010 പ്രസിദ്ധീകരിച്ച ദ ബ്ലൂ എക്കോണമി 10 years 100 innovations 100 million jobs എന്ന പുസ്തകത്തിലാണ് ബ്ലൂ എക്കോണമി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനൊപ്പം സമുദ്ര വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുസ്ഥിര സാമ്പത്തിക വികസനം എന്നതാണ് ഈ പുസ്തകത്തിലെ ആശയം. സമുദ്രവുമായി ബന്ധപ്പെട്ട വ്യവസായത്തിലൂടെ സാമ്പത്തിക വളർച്ച, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സമ്പദ് വ്യവസ്ഥയായി ലോകബാങ്കും UN-ഉം പിന്നീട് ബ്ലൂ എക്കോണമിയെ നിർവചിച്ചു. ഇന്ത്യയിൽ നടപ്പാക്കുന്ന ബ്ലൂ എക്കോണമിയുടെ പ്രധാനപ്പെട്ട മേഖലകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര വ്യാപാരം, തുറമുഖ വികസനം, സമുദ്രത്തിൽ വീശുന്ന കാറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഊർജം, കോസ്റ്റൽ ആൻഡ് മറൈൻ ടൂറിസം, സമുദ്ര ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മറൈൻ ബയോടെക്നോളജി, ആഴക്കടൽ പര്യവേഷണം, ധാതു ഖനനം എന്നിവയെല്ലാമാണ് ഇന്ത്യയിൽ ബ്ലൂ ഇക്കോണമിയുടെ പരിധിയിൽ വരുന്ന മേഖലകൾ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സമുദ്രശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും നീല സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ബ്ലൂ എക്കോണമി നിർണായകമാണ്. തീരദേശ ഖനനത്തിലൂടെ ലഭ്യമാവുന്ന ധാതുക്കളായ മണൽ, ഇൽമനൈറ്റ്, സിർക്കോൺ, ഗാർനൈറ്റ് എന്നിവ ഇലക്ട്രോണിക്സ്, പ്രതിരോധ മേഖല, നിർമ്മാണ മേഖല എന്നീ വ്യവസായങ്ങൾക്ക് കൂടുതൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ സാമ്പത്തികമായി വളരാൻ ഇന്ത്യക്ക് സാധിക്കും. സാമ്പത്തിക വികസനത്തിനായി സമുദ്ര തീരദേശ വിഭവങ്ങളുടെ ഉപയോഗം ഉൾപ്പെടുന്നതിനാൽ നീല സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ ബ്ലൂ എക്കോണമിയും തീരദേശ ഖനനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ത്യയിലെ തീരദേശ ഖനനം അതിൻ്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ കൊണ്ട് ഒരു വിവാദ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. തീരദേശ ഖനനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ എന്താണെന്ന് നോക്കാം. OAMDR ആക്ട് 2002 അഥവാ ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് അതോറിറ്റി ആക്ട് 2002 എന്ന നിയമത്തിൽ 2023 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം. OAMDR ആക്ട് 2002 ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലെ ധാതുക്കളുടെ പര്യവേഷണവും ഖനനവും നിയന്ത്രിക്കുന്ന നിയമമാണ്. പാരിസ്ഥിതിക സംരക്ഷണവും ദേശീയ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ലൈസൻസുകൾ നൽകുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഈ നിയമം നൽകുന്നു. 1957 മൈൻസ് ആൻഡ് മിനറൽസ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ധാതുക്കൾ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ആറ്റമിക് മിനറൽ. യുറേനിയം, തോറിയം, ബെറിലിയം, നയോബിയം, ടൈറ്റാനിയം, സിർക്കോൺ, റെയർ എർത്ത് മിനറൽസ് എന്നിവയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. ആറ്റമിക് മിനറൽ ഖനനം ചെയ്യാൻ സർക്കാരുകൾക്ക് മാത്രമേ അനുവാദവും അവകാശവും ഉള്ളൂ. മറ്റൊരു വിഭാഗമാണ് സ്ട്രാറ്റജിക് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ. തന്ത്രപരവും നിർണായകമായതും ഉയർന്ന ഡിമാൻഡുള്ളതും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ദേശീയ സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായ ധാതുക്കളെയാണ് സ്ട്രാറ്റജിക് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. OAMDR ആക്ടിൽ കേന്ദ്ര സർക്കാർ 2023 കൊണ്ടുവന്ന പ്രധാന ഭേദഗതികൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായി, ഈ ഭേദഗതി 12 ആറ്റമിക് ധാതുക്കളുടെ പട്ടികയിൽ നിന്നും ലിഥിയത്തെയും മറ്റ് 5 ധാതുക്കളെയും നീക്കം ചെയ്തു. ബെറിലിയം, നയോബിയം, ടൈറ്റാനിയം, ടാൻഡലം, സിർക്കോണിയം എന്നിവയാണ് ഈ ധാതുക്കൾ. രണ്ടാമതായി, ഖനന വ്യവസായത്തിൽ മത്സരവും നിക്ഷേപവും വളർത്തുന്നതിനായിട്ട് തീരദേശ ധാതു പര്യവേഷണത്തിൽ ലേലത്തിൽ ഏർപ്പെടാൻ സ്വകാര്യ കമ്പനികളെയും അനുവദിക്കുന്നു. മുൻപ് OAMDR ആക്ട് 2002 പ്രകാരം തീരദേശ ഖനനം പ്രധാനമായും നാഷണൽ അലുമിനിയം കമ്പനി നാൽക്കോം പോലെയുള്ള സർക്കാർ ഏജൻസികളാണ് നിയന്ത്രിച്ചിരുന്നത്.
മൂന്നാമതായി, ദേശീയ താൽപര്യ പരിഗണനയില്ലാതെ തന്ത്രപരമായ ധാതുക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തീരദേശ ഖനന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം ഈ ഭേദഗതി ശക്തിപ്പെടുത്തുന്നു. ലൈസൻസ് നേടുന്നതിനും പുതുക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും കാലതാമസം കുറയ്ക്കുകയും ചെയ്യുന്നു. അഞ്ചാമതായി, വേഗത്തിലുള്ള അംഗീകാരത്തിനായി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം അനുവദിക്കുന്നു. OAMDR 2002 നിയമപ്രകാരം പര്യവേഷണം ചെയ്യാനും ഖനനം ചെയ്യാനും, അതായത് പഠനം നടത്തുന്നതിനും ഖനനം നടത്തുന്നതിനും രണ്ട് ലൈസൻസുകളായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ 2023 ഭേദഗതി പ്രകാരം രണ്ടിനും ഒരു ലൈസൻസ് മതിയാവും. 2002 നിയമപ്രകാരം ഖനനം നടത്താൻ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമേ ലൈസൻസ് അനുവദിക്കുമായിരുന്നുള്ളൂ, പിന്നീട് അത് പുതുക്കണമായിരുന്നു. എന്നാൽ 2023 നിയമപ്രകാരം 50 വർഷത്തേക്ക് തുടർച്ചയായി ഉള്ള ലൈസൻസാണ് കൊടുക്കുന്നത്. അത് നേടുന്നതിനോ പുതുക്കുന്നതിനോ കാലതാമസം ഉണ്ടാവുകയുമില്ല. ചുരുക്കത്തിൽ, ഉപയോഗിക്കപ്പെടാത്ത തീരദേശ ധാതു ശേഖരങ്ങൾ പ്രയോജനപ്പെടുത്തുക, ഇറക്കുമതി ചെയ്യുന്ന ധാതുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, അതുവഴി വിദേശ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുക, അതിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ബ്ലൂ എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് തീരദേശ ഖനനം പ്രാധാന്യമർഹിക്കുന്നു എന്നതിന് ലിഥിയത്തിന്റെ ഉദാഹരണം പറയാം. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററികൾ ലിഥിയം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവയിലുള്ള ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതും ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ്. അപ്പോൾ വലിയ സാങ്കേതിക മുന്നേറ്റം നടക്കുന്ന ഇലക്ട്രോണിക് മേഖലയിൽ ലിഥിയത്തിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. എന്നാൽ ലോകത്തിൽ ലിഥിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഓസ്ട്രേലിയ, ചിലി, ചൈന എന്നീ രാജ്യങ്ങളാണ്. ലിഥിയം അപൂർവമായി കാണപ്പെടുന്ന ഒന്നല്ലെങ്കിലും ഇത് വേർതിരിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടേറിയതും ചെലവേറിയതുമായ കാര്യമാണ്. ഇന്ത്യ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ലിഥിയം വാങ്ങുന്നത് ചൈനയിൽ നിന്നുമാണ്. കാരണം ചൈനയാണ് ലോകത്തിൽ ലിഥിയം സപ്ലൈയിൽ ഒന്നാമതായി നിൽക്കുന്നത്. ലോകമെമ്പാടും ഖനനം ചെയ്യുന്ന ലിഥിയം പ്രോസസ്സ് ചെയ്യുന്നതും റിഫൈൻ ചെയ്യുന്നതും ചൈനയാണ്. ലിഥിയം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായാൽ ലോകത്തെ ലിഥിയം മാർക്കറ്റിൽ ഇന്ത്യക്കും സ്ഥാനമുറപ്പിക്കാം. കാരണം ഇന്ത്യയിൽ ജമ്മു കാശ്മീർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. 5.9 മില്യൺ ടൺ ലിഥിയം നിക്ഷേപമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജമ്മു കാശ്മീരിൽ മാത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലും ഏറെയാണ് രാജസ്ഥാനിലെ നിക്ഷേപം. ഛത്തീസ്ഗഡിലും മോശമല്ലാത്ത രീതിയിൽ ലിഥിയത്തിന്റെ സാന്നിധ്യം GSI കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഖനനം ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും റിഫൈൻ ചെയ്യാനും സാങ്കേതിക സാമ്പത്തിക കുറവടക്കം മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ ലിഥിയം ഖനന മേഖലയിൽ ഇതുവരെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ലിഥിയം ഇന്ത്യയിൽ ആറ്റമിക് ഗണത്തിൽപ്പെടുന്നതായിരുന്നു 2022 നിയമ ഭേദഗതി വരെ. എന്നാൽ 2023 ഭേദഗതിയോടെ ലിഥിയം ആറ്റമിക് മിനറൽ ഗണത്തിൽപ്പെടുന്നതല്ലാത്തതിനാൽ സ്വകാര്യ കമ്പനികൾക്കും ലിഥിയം ഖനനം നടത്താം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭേദഗതിയിലെ മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. ലിഥിയം മാത്രമല്ല, മറ്റനേകം ധാതുക്കളാണ് ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായി ഖനനം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്ത്യയിൽ കടൽ ഖനനം നടക്കാൻ പോകുന്ന മേഖലകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി ഗുജറാത്ത് തീരം. ഇവിടെ 3 ബ്ലോക്കുകളിലായി 2003 ചതുരശ്ര കിലോമീറ്ററാണ് ഖനനം നടക്കുന്ന മേഖല. ഏകദേശം 173.2 കോടി ടൺ കാൽഷ്യം കാർബണേറ്റ്, മാംഗനീസ് കാർബണേറ്റ്, സോഡിയം ഡയോക്സൈഡ്, സിലിക്ക, അയൺ ഓക്സൈഡ്, സൾഫേറ്റ് എന്നിവ അടങ്ങിയ ചുണ്ണാമ്പ് ചെളിയാണ് ഗുജറാത്ത് തീരത്ത് നിന്നും ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മേഖലയാണ് ആൻഡമാൻ നിക്കോബാർ മേഖല. 7 ബ്ലോക്കുകളിലായി 592 ചതുരശ്ര കിലോമീറ്ററാണ് ഇവിടുത്തെ ഖനന മേഖല. നിക്കൽ, കോബാൾട്ട്, മാംഗനീസ്, കോപ്പർ എന്നിവയടങ്ങിയ പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ആണ് ആൻഡമാൻ മേഖലയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന വസ്തു. കേരള തീരത്ത് കൊല്ലം മേഖലയിൽ മാത്രം 3 ബ്ലോക്കുകളിലായി 242 ചതുരശ്ര കിലോമീറ്ററാണ് ഖനന മേഖല. നിർമ്മാണാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന മണലാണ് കേരളത്തിന്റെ തീരത്ത് നിന്ന് ഖനനം ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ കൊല്ലം തീരം കൊണ്ട് മാത്രം ഖനന മേഖല അവസാനിക്കുന്നില്ല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനപ്രകാരം കേരളത്തിന്റെ തീരത്ത് കണ്ടെത്തിയ മണൽ നിക്ഷേപത്തിന്റെ കണക്ക് ഏകദേശം ഇങ്ങനെയാണ്. പൊന്നാനി തീരത്ത് 597 ദശലക്ഷം ടൺ, ചാവക്കാട് 202 ദശലക്ഷം ടൺ, ആലപ്പുഴയിൽ 742 ദശലക്ഷം ടൺ, കൊല്ലം നോർത്ത് ഭാഗത്ത് 343 ദശലക്ഷം ടൺ, കൊല്ലം സൗത്ത് ഭാഗത്ത് 146 ദശലക്ഷം ടൺ. ഇങ്ങനെയാണ് കേരള തീരത്ത് മണൽ നിക്ഷേപം GSI കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യഘട്ടത്തിൽ കൊല്ലം തീരത്താണ് ഖനനം നടക്കുന്നതെങ്കിലും പിന്നീട് സാവകാശം പൊന്നാനി, ചാവക്കാട്, ആലപ്പുഴ മേഖലയിലേക്കും ഖനനം വ്യാപിപ്പിക്കും.
എന്ന് മാത്രമല്ല കണ്ണൂർ, കോഴിക്കോട് തീരങ്ങളിലും മണൽ നിക്ഷേപം GSI കണ്ടുവച്ചിട്ടുമുണ്ട്. കേരള തീരത്ത് അല്ലെങ്കിൽ കൊല്ലം തീരത്ത് ഖനനം നടത്താൻ കേന്ദ്ര സർക്കാർ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കേരള തീരത്ത് 74.5 കോടി ടൺ മണൽ നിക്ഷേപമുണ്ട് എന്നാണ് GSIയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്തിന് അധികാരമുള്ള 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിന് ഉള്ളിലും അതിന് പുറത്തുള്ള EEZ-ലുമായിട്ടാണ് ഈ നിക്ഷേപം. തീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ് EEZ അഥവാ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഇത്രയും ദൂരത്തിൽ കടലിൽ നിന്നും മത്സ്യബന്ധനം, ആഗോള വ്യാപാരം എന്നിവ നടത്താനും ധാതുക്കൾ, പ്രകൃതിവാതകം, എണ്ണ എന്നിവ ഖനനം ചെയ്യാനും അതാത് രാജ്യങ്ങൾക്കാണ് അവകാശം. അതാത് രാജ്യത്തിന്റെ നിയമവും അവകാശങ്ങളും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ EEZ-ലൂടെ കപ്പൽ, വ്യോമഗതാഗതം സാധ്യമാവുകയുമുള്ളൂ. കേരള തീരത്ത് കൊല്ലം, വടക്ക്, തെക്ക്, പൊന്നാനി, ചാവക്കാട്, ആലപ്പുഴ എന്നീ മേഖലകളിൽ മണൽ പർവ്വതങ്ങൾ ഉണ്ട് എന്നാണ് GSIയുടെ കണ്ടെത്തൽ. 1 ടൺ ധാതുവിന് ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ് നിശ്ചയിച്ചിരിക്കുന്നത് 470 രൂപയാണ്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 35,000 കോടി രൂപയുടെ ധാതു നിക്ഷേപമുണ്ട് കേരള തീരത്ത് മാത്രം. ഖനനത്തിന് ലൈസൻസ് കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന പാട്ടത്തുകയ്ക്ക് പുറമെ കപ്പൽ ഗതാഗതം, വ്യാപാരം, GST എന്നിവയിലൂടെ വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. ഇത്രയുമാണ് ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായി കടൽ ഖനനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു ഏകദേശ കണക്ക്. എന്നാൽ വിലമതിക്കാനാകാത്ത സാമൂഹിക, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് എന്ന് ഖനനത്തിന്റെ സാധ്യതാ പഠന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ട്. വീഡിയോയുടെ സമയം കൂടുമെന്നുള്ളതുകൊണ്ട് അതേപ്പറ്റി വിശദമായി നമുക്ക് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം.